ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരം തീർത്ഥപദപ്രദർശകം. പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിന്വദാമജ്ജദാവാൻ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. கண்ணுதலான் தன் கருணை கண்காட்ட எய்தி எண்ணுதற்கு எட்டா ஏழில் ஆர் கழல் இறைஞ்சி விண்ணிறைந்து மண்ணிறைந்து மிக்காய் விளங்கு ஒளியாய் நிறைந்து எல்லை இல்லா தேனே. நின் பெருஞ்சீர் பொல்லா வினையேன் புகழுமாறொன்று அறியேன். ഭഗവൻ നാമ സ്മരണയോടുകൂടി തിരുവാചകം എന്ന മധുര ഗാനം മാണിക്യവാചകരാകുന്ന കുയില് നമുക്ക് വേണ്ടി പാടിത്തരയാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ ആ പാട്ടിലൂടെ ലക്ഷ്യമാകുന്ന ഭഗവാനിൽ പതിക്കാൻ. ആ ഭഗവാൻ തൃക്കണ്ണോടുകൂടിയിരിക്കണം. ഭഗവാന്റെ തൃക്കണ്ണ് എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. മൂന്നാമത്തെ കണ്ണ്. ആ കണ്ണിന് ഉപനിഷത്ത് ചക്ഷുഹു. ഭഗവാന്റെ തൃക്കണ്ണിനെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ കുറിക്കണ വിദ്യ, അവനവനെ കുറിക്കണ വിദ്യ. താൻ ആര്, തൻ്റെ സ്വരൂപം എന്ത്, അതിനെ അറിയിക്കണ വിദ്യ. വാക്കിനർത്ഥം ഉപനിഷതീതി, തൊട്ട് അടുത്തിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്നും കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കണമെന്ന് അർത്ഥം. ഉപനിഷത്ത് എന്ത് ചെയ്യണു? തൊട്ടടുത്തുള്ള ആ പൊരുളാക്കി നമ്മളെ മാറ്റണു. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ആ ഭഗവാന്റെ കരുണയാണ് ഉപനിഷത്ത്. വേദം ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം. ഭഗവാന്റെ 3 നയനം വേദമാണ്. അതിൽ തൃക്കണ്ണാണ് ഉപനിഷത്ത്, വേദത്തിൻ്റെ സാരം. അല്ലേ? ഈ 2 കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അതിനെ. ഈ 2 കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലാതെ അതിനെ കാണണമെങ്കിൽ 3ാമത്തെ കണ്ണ് വേണം. ആ കണ്ണ് ഉപനിഷത്താകുന്ന കണ്ണിലൂടെ കണ്ട ഈശാവാസ്യമിതഗും സർവം. എല്ലാത്തിനെയും ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ഉപാസനയാണ്. ആ ഉപാസന എന്ത് ഫലം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അനാത്മ വസ്തുക്കളെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തൊക്കെ നടന്നാലും നമ്മുടെ ശ്രദ്ധയിൽ പെടയില്ല. നമ്മൾ ഒരേ ഒരു ഈശ്വരൻ, എങ്ങും നിറഞ്ഞു നിൽക്കണ പരമ്പൊരുളെ. ശബരിമലയ്ക്കൊക്കെ പോണവര് ഭഗവാനെ വിളിക്കണ എങ്ങും നിറഞ്ഞ പൊരുളെ എന്ന് വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കണു. അല്ലേ? പക്ഷെ അർത്ഥം അറിഞ്ഞാണോ നമ്മൾ ശരണം വിളിക്കുന്നത് ചോദിച്ചാൽ ഏതോ പൊഴുതുപോക്കിന് ശരണം വിളിക്കണം. കാലിൽ മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടി ശരണം വിളിക്കണം. അല്ലേ? ശരണം എന്ന വാക്കിനർത്ഥം തന്നെ ശരണാഗതി. ഭഗവാനിൽ പോയി അർപ്പണം ചെയ്യണു എൻ്റെ ഈ ശരീരത്തിനെ. എല്ലാ വിദ്യകളും അതിലാണ് കുറിക്കണത്, അതിനെയാണ് കുറിക്കണത്. ഭഗവാനിലേക്ക് അർപ്പണം ചെയ്യാനുള്ള വഴികളാണ് ഈ വിദ്യകളിൽ. ചിലർ പറയും ചെപ്പടി വിദ്യ, കുറുക്കു വഴി എന്നൊക്കെ പറയും.
ഏതു വഴിയോ ആയിക്കോട്ടെ, ഭഗവാനിൽ എത്തിയാ പിന്നെ വഴി മാഞ്ഞുപോയി. ദ വേ വിൽ ഡിസപ്പിയർ. വഴി പൊയ്ക്കോളും, മാർഗം പൊയ്ക്കോളും അല്ലേ. ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ പോവാൻ മാർഗമുണ്ട്, ഒരു വഴിയുണ്ട്. ഏതു വഴി വേണമെങ്കിലും വരാം. ഫ്ലൈറ്റിൽ, എയർപോർട്ടിൽ കയറി ഫ്ലൈറ്റിൽ വരാം, റെയിൽവേ സ്റ്റേഷനിൽ കയറി ട്രെയിനിൽ വരാം, കാറിലൂടെ വരാം, നടന്നു വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വഴിക്ക് എന്താ പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. വഴി പലതുണ്ട്, പല മാർഗങ്ങളുണ്ട്. സനാതന ധർമ്മത്തിൽ പല മാർഗങ്ങളുണ്ട്, പല ആചാരങ്ങളുണ്ട്. ആ ആചാരത്തിൻ്റെ ഒക്കെ പൊരുൾ ആണ് ഭഗവാൻ. ഭഗവാൻ അനുഭവമാണ്. ആ ഭഗവാനെ മനസ്സുകൊണ്ട് അനുഭവിക്കാനേ സാധ്യമല്ല. എന്ന് വെച്ചാൽ മനസ്സ് എന്ന് പറയണ മായ ഭഗവാനോട് ലയിച്ചാൽ പിന്നെ മനസ്സില്ല. അതുകൊണ്ട് ശങ്കരാചാര്യര് ശിവാനന്ദ ലഹരിയിൽ ഒരു ശ്ലോകത്തിൽ ഭഗവാന്റെ അടുത്ത് പറയാണ്, കപാലിം ഭിക്ഷുമേം. ഭഗവാന്റെ ഭിക്ഷാപാത്രത്തില് ഭഗവാനാണ് ഏറ്റവും വലിയ ഭിക്ഷക്കാരൻ. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിൽ നിന്നുള്ള വേണ്ടാത്തതിനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പൊ പോയി നമ്മൾ ഭഗവാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വല്ല സാധിക്കാമെന്ന് വിചാരിക്കുന്നത്. അമ്പലത്തിൽ പോയി ഭഗവാൻ ഒരു പഴം കൊടുത്തിട്ട് 50,000 രൂപ ലോട്ടറി അടിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭിക്ഷാപാത്രം, ആ ഭിക്ഷാപാത്രത്തിൽ അതൊന്നും ഭിക്ഷയാവേയില്ല. എന്താ ഭഗവാന് വേണ്ട ഭിക്ഷ എന്ന് പറഞ്ഞാൽ കപാലിം ഭിക്ഷു ഭിക്ഷോമേം ഹൃദയ കപിം അത്യന്ത ചപലം. എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സിനെ ഭഗവാൻ അർപ്പണം ചെയ്യുന്നു. ഭവതു ഭവതർത്ഥം മമ മനഃ. ഭഗവാൻ പറയുന്നു, നിന്റെ മനസ്സിനെ എനിക്ക് തരൂ അല്ലേ. നമ്മൾ സഫർ ചെയ്യണത് എന്തുകൊണ്ടാ, വിഷമിക്കുന്നത് എന്തുകൊണ്ടാ? ഈ മനസ്സുള്ളത് കൊണ്ടാണ് വിഷമിക്കുന്നത്. അതുകൊണ്ട് ഡീപ്പ് സ്ലീപ്പിൽ, ഉറക്കത്തിൽ മനസ്സില്ലാതിരിക്കുമ്പോഴും നമുക്ക് വിഷമമേ വരണില്ല, ആരും ദുഃഖിക്കണേ ഇല്ല. ദുഃഖം എപ്പോ വരണു? ഉണർന്നു കഴിഞ്ഞാൽ വരണു. അയ്യോ എനിക്ക് അത് പോയി, ഇത് പോയി, ഇത് കിട്ടുമോ, അത് കിട്ടുമോ, എൻ്റെ ആള് നന്നായിരിക്കുമോ, എൻ്റെ ആള് ചീത്തായി പോവോ, ഇങ്ങനെ സഫർ ചെയ്യണു. എന്തുകൊണ്ടാ? മനസ്സ്. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന പാർട്ടിക്കിളിനെ വി ഹാവ് ടു ഓപ്പറേറ്റ് ഇറ്റ് ആൻഡ് ടു ഗീവ് ടു ഭഗവാൻ. അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അല്ലേ, നല്ലൊരു ശസ്ത്രക്രിയ അറിയാവുന്നുള്ള ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ മാനസിക ആശുപത്രിയിൽ കൊണ്ടുവിടും അല്ലേ. മനസ്സിനെ കണ്ടുപിടിക്കാനേ സാധ്യമല്ല. പക്ഷെ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യണ ഒരു സർജൻ ഉണ്ട്. ആരാന്ന് വെച്ചാൽ സദ്ഗുരു. സദ്ഗുരു എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്ത് മനസ്സിനെ സത്വസ്തുവിൽ കൊണ്ടുവച്ച് മനസ്സിനെ ഇല്ലാതാക്കണം. ഈശ്വരനിലേക്ക് മനസ്സിനെ കൊടുത്ത സാധനം നമ്മൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നുണ്ട്. എന്താന്ന് വെച്ചാ ദത്താപഹാര ദോഷം എന്നൊരു ദോഷം. എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ ആ സാധനത്തിന് തിരിച്ചു വാങ്ങിച്ചാൽ ദത്താപഹാര ദോഷം. ആർക്കെങ്കിലും എന്താ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന സാധനം ഇങ്ങോട്ടാ എന്ന് പറഞ്ഞ ആ ദോഷമുണ്ട്. അതുപോലെ ഈ മനസ്സാണ് സഫറിങ്ങിന് കാരണം. ഈ മനസ്സിനെ കൊണ്ട് ഭഗവാനെ അർപ്പണം ചെയ്താൽ പിന്നെ സഫർ ചെയ്യാൻ പാടില്ല. കാരണം സഫർ ചെയ്താൽ ഭഗവാന്റെ ആ മനസ്സിനെ നമ്മൾ വാങ്ങിക്കണം. മനസ്സാണ് സഫറിങ്. അപ്പൊ ആ മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റില്ല. പക്ഷെ ഭഗവാനിലേക്ക് മനസ്സിനെ അർപ്പണം ചെയ്താ വിണ്ണിറൈന്ത് മണ്ണിറൈന്ത് മിക്കായി വിളങ്ക് ഒളിയായി ഭഗവാനെ എല്ലായിടത്തും നമുക്ക് കാണാം. കാരണം ഈശ്വര സർവഭൂതാനാം, എല്ലായിടത്തും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ബ്രഹ്മൈവേതം അമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണശ്ചുത്തരേണ ഊർധ്വാച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിതം വരിഷ്ഠം. വിശ്വത്തിന് മുഴുവൻ ശ്രേഷ്ഠമായിരിക്കുന്നത് ആരാ? ബ്രഹ്മം. ആ ബ്രഹ്മം എവിടെയുണ്ട്? എല്ലായിടത്തുമുണ്ട്. സന്ധ്യാവന്ദനത്തില് ദിശകൾ നോക്കി നമ്മൾ പ്രാർത്ഥിക്കും. പ്രാചീർ ദിശേ നമഃ, ദക്ഷിണ ദിശായ നമഃ, പ്രതീചീർ ദിശേ നമഃ, ഉദീചീർ ദിശേ നമഃ, ഊർധ്വായ നമഃ, അധരായ നമഃ, ബ്രഹ്മണേ നമഃ, വിഷ്ണവേ നമഃ, അന്തരീക്ഷായ നമഃ, ഭൂമ്യേ നമഃ, മൃത്യവേ നമഃ. ഓരോ ദിശയിൽ നോക്കി നമ്മൾ നമസ്കാരം ചെയ്യണം. എന്ത് വെച്ചാ ഓരോ ദിശയിലും ഭഗവാൻ ഇരിക്കുന്നു. പശ്ചാത് ബ്രഹ്മ, ഉത്തരാത് ബ്രഹ്മ.
ഊർധ്വാത് ബ്രഹ്മ അധരാത് ബ്രഹ്മ, എല്ലായിടത്തും ബ്രഹ്മം നിറഞ്ഞിരിക്കണു. ബ്രഹ്മൈവേദം വിശ്വമിതം വരിഷ്ഠം, വിശ്വത്തിന് മുഴുവൻ ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മവിദ് ആപ്നോതി പരം. ആ ബ്രഹ്മത്തിനെ അറിഞ്ഞ പരത്തിനെ അറിഞ്ഞു, എല്ലാത്തിനെയും അറിഞ്ഞു. ആ വിണ്ണിറന്ത് മണ്ണിറന്ത്, അത് എവിടെ നിൽക്കണു? വിണ്ണ് മുഴുവൻ നിറഞ്ഞിരിക്കണു, മണ്ണ് മുഴുവൻ നിറഞ്ഞിരിക്കണു, എല്ലായിടത്തും ഈശ്വരൻ. പ്രഹ്ലാദന് എല്ലായിടത്തും ഈശ്വരനായിരുന്നു. മൃത്യുരൂപത്തിൽ പിതാവ് വന്ന് എന്ത് ചെയ്താലും അമൃത രൂപത്തിൽ ഭഗവാൻ വന്ന് രക്ഷിക്കണം. കാരണം എന്താ? പശ്ചാത് ബ്രഹ്മ പുരസ്താത് ബ്രഹ്മ, വിണ്ണിറൈന്തു മണ്ണിറന്തു മിക്കായി ഒളിയായി. അല്ലേ? പോയി തൂണിനെ ആരാധിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹം വരില്ല. എല്ലായിടത്തും ഈശ്വരൻ ഉണ്ട് എന്നൊരു വിശ്വാസം, ഉറപ്പ് വേണം. ആ ഉറപ്പുണ്ടെങ്കിൽ ആ വിശ്വാസം തന്നെ നിന്നെ രക്ഷിക്കും. അല്ലെ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പല മതക്കാരും പറയും. അല്ലേ? ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് കൊടുത്താൽ ആ ട്രസ്റ്റ് നമ്മളെ രക്ഷിക്കും. ഭഗവാനുണ്ട്, ഭഗവാനുണ്ട് എന്ന് ഉറക്കാത്തവരാണ് പോയിട്ട് അയ്യോ എനിക്കിത് വരുമോ അത് വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഉണ്ടെന്ന് ഉറച്ചവൻ ഒരു ജ്യോത്സ്യന്റെ അടുത്തും പോവില്ല. അല്ലേ? ശങ്കരാചാര്യരെ പറയണു, അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാജേ ഉപവസന്തി നിത്യം. എല്ലാവരും ഇന്ന് അഷ്ടമിയാണോ ചതുർദശിയാണോ നിമിത്തം നോക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും നടക്കാം, വീട്ടിൽ തൂണ് വയ്ക്കാൻ വേണ്ടിയിട്ട്, വീട്ടിൽ ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട്, എല്ലാത്തിനും ജ്യോത്സ്യനെ പോയി കാണും. പക്ഷേ ഉപനിഷത്ത് ശ്രുതിവാക്യങ്ങളെല്ലാം തത്വമസി, നീ തേടുന്ന പൊരുൾ നീ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വിശ്വസിക്കണ കൂടെയില്ല. ശ്രുതിവാക്യം ന വിശ്വസീതി അദ്ഭുതമേതദേവ. ശ്രുത്യോസി വാക്യം തത്വമസീതി വാക്യം ന വിശ്വസീതി, വിശ്വസിക്കണേ ഇല്ല. അദ്ഭുതമേതദേവ, അദ്ഭുതം, ഇതെന്ത് അദ്ഭുതമാണെന്ന് നോക്കൂ. അമൃതത്വത്തിനെ വിശ്വസിക്കണേ ഇല്ല, മൃത്യുവിനെ പോയി ഗ്യാരണ്ടി ചെയ്ത് വിശ്വസിക്കണം. മൃത്യുവിനെ പോയി വിശ്വസിക്കണം. വിശ്വസിച്ച് വീണു മൃത്യുവിൽ വീണാ കൂടെ പഠിക്കണില്ല. അപ്പൊ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് ആദ്യം ഉള്ളിലെ ഉറക്കുക. എന്റെ റിഫ്ലക്ഷനാണ് വെളിയിൽ മുഴുവൻ കാണുന്നത്. കാഞ്ചി മഹാപെരിയവ, അവരുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഈ ലോകം മുഴുവൻ ഇങ്ങനെ നടക്കണല്ലോ, തെറ്റായിട്ട് നടക്കണല്ലോ, ഇതിനൊക്കെ തിരുത്തിക്കൂടെ ചോദിച്ചപ്പോ കാഞ്ചി മഹാപുരുഷൻ പറഞ്ഞത്, ഈ കാണുന്നതെല്ലാം എൻ്റെ റിഫ്ലക്ഷനാണ്. നിങ്ങളും ഈ ഇരിക്കണതും പ്രകൃതിയും എല്ലാം എൻ്റെ റിഫ്ലക്ഷനാണ്, അതായത് എൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ശരിയാവുക, അപ്പോൾ അതെല്ലാം ശരിയാവും. അല്ലെ? മഞ്ഞപ്പിത്തം ബാധിച്ചവൻ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. അതുപോലെ ഈശ്വരൻ, അല്ലെ, പിത്തൻ, ഈശ്വരൻ എന്നൊരു പൈത്യം വന്നാൽ, മാനസിക രോഗം വന്നാൽ കാണുന്നതെല്ലാം ഈശ്വരനായിരിക്കും. അപ്പൊ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ എല്ലാത്തിനെയും കണ്ടുകൊണ്ടേയിരിക്കുള്ളൂ. അല്ലേ? അന്നത്തിനെ നോക്കിയിരുന്ന, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വിശന്നിരിക്കണം എന്ന് വെച്ചോളൂ, സത്സംഗത്തിലിരുന്നാൽ കൂടെ വയറിനകത്ത് വിളി, ഒരു ചിന്ത വരില്ല. അല്ലെ? അപ്പൊ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈശ്വരൻ ആദ്യം എൻ്റെ ഉള്ളിൽ അനുഭവമായി വരണം. ഹൃദി പുനർഭവാഭ്യാം ആനന്ദ സ്ഫുരത് അനുഭവാഭ്യാം. ആനന്ദമായിട്ടുള്ള അനുഭവം വന്നാൽ കാണുന്നതിലൊക്കെ ആനന്ദം വരും. ആനന്ദമില്ലെങ്കിൽ, അല്ലേ, ഏതെങ്കിലും നമ്മൾ നോക്കണ കണ്ണാടിയിൽ പൊടി പിടിച്ചിരുന്ന അതിലൂടെ നമ്മൾ വെളിയിൽ കണ്ട എല്ലാം പൊടിയായിട്ട് തോന്നും. കാരണം അവിടെ പൊടിയാണ്, ആ ഗ്ലാസ്സിൽ പൊടിയാണ്, ഈ ഗ്ലാസ്സിൽ പൊടിയാണ്, ഒരിടത്തും പൊടിയില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മാത്രം പൊടി. എന്താന്ന് വെച്ചാൽ നമ്മളെ കണ്ണാടിയിലാണ് പൊടി. അതുകൊണ്ട് നമ്മൾ ഉള്ളിലെ ശുദ്ധമായ ഈശ്വരനെ എല്ലായിടത്തും തെരയും. എൻ ഇറൈന്ത് എല്ലയില്ലാ തേനേ നിൻ പെരുഞ്ചീർ. ഭഗവാൻ ലിമിറ്റഡേ അല്ല, അൺലിമിറ്റഡ്. ഭഗവാൻ എങ്ങും നിറഞ്ഞ പൊരുൾ. എവിടെയും, ഏത് സ്ഥലത്തും, ഏത് സ്ഥാനത്തും, ഏത് മുക്കിലും മൂലയിലും ഭഗവാനുണ്ട്. ഭഗവാന് ബൗണ്ടറിയേ ഇല്ല. ബൗണ്ടറി നമുക്കേ ഉള്ളൂ. കിമപി സതതഭൂതം കേവലാനന്ദരൂപം നിരുപമമതിവേലം നിഷ്കലം നിത്യമുക്തം നിരവധി ഗഗനാഭം
ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധോ. വിവേക ചൂടാമണിയില് ശങ്കരാചാര്യർ പറയണു, നിരുപമം അതിവേലം. ഭഗവാന്റെ സ്വരൂപം എന്താ, ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താന്ന് വെച്ചാൽ അതിവേലം, വേലിയില്ലാത്തത്, വിത്തൗട്ട് എനി ബൗണ്ടറിയും, നിഷ്കലം, ഒരിടത്തും സ്ഖലനം ചെയ്യണേയില്ല, ചലിക്കണേയില്ല, അച്ചലൻ, അരുണാചലൻ. ശക്തി ഒടുങ്കിട ഓങ്കും അരുണാചലം എന്ന് അറി. അരുണാചലം എന്ന് വെച്ചാൽ ചലിക്കണേയില്ല, പക്ഷെ ചലിക്കണത് പോലെ തോന്നണു അല്ലേ. എല്ലാം ചലിക്കണമെങ്കിൽ, ഈ പ്രകൃതിയിൽ മുഴുവൻ കാര്യങ്ങളും നടക്കണമെങ്കിൽ സൂര്യൻ വേണം. ആ സൂര്യനെ ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്തിട്ടാണോ നടക്കുന്നത്? സാന്നിധ്യ മാത്രത്തിലെല്ലാം നടക്കണം. സാന്നിധ്യം തന്നെ എല്ലാ വ്യവഹാരത്തിനും വഴിയൊരുക്കണു. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെ ഇരിക്കണു? എല്ലയില്ലാത്ത പൊരുൾ, എവിടെ ചെന്നാലും അല്ലെ. ഭാരതത്തിനകത്ത് മാത്രമാണോ? മറ്റു വിദ്യകളെല്ലാം ചില അടുത്ത് ദേശകാലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉപനിഷത്ത് പറയണ വിദ്യ, ആത്മവിദ്യ മാത്രം ഏത് ദേശത്തിലായിക്കോട്ടെ, ഏത് കാലത്തിലായിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് കാസ്റ്റിലായിക്കോട്ടെ, അവനവൻ ഉണ്ട് എന്നുള്ളത് ഒരിടത്തും മാറണില്ല. ശിവൻ മാറിപ്പോയി, പാർവതി മാറിപ്പോയി, ദേവി മാറിപ്പോയി, കൃഷ്ണൻ മാറിപ്പോയി, യേശു മാറിപ്പോയി, അള്ളാഹു മാറിപ്പോയി, പക്ഷെ അവനവൻ ഉണ്ട് എന്നൊരു അനുഭവം ഒരിടത്തും മാറണില്ല. അതിന് അതിവേലം, അത് വിത്തൗട്ട് എനി ബൗണ്ടറി, അത് അങ്ങനെയിരിക്കും. നിൻ പെരുംജീർ, ഭഗവാന്റെ മഹിമ, പെരുകിയ മഹിമ അതാണ് എല്ലായിടത്തും. നിഷേധം ചെയ്യണവനെയും അനുകൂലിക്കുന്നവന്റെയും ഉള്ളിലിരിക്കുന്നത് ഭഗവാൻ തന്നെ അല്ലെ. ഈശ്വരനെ ഇല്ല എന്ന് പറയണവനെയും പറയിക്കണത് ആരാ? ഭഗവാൻ തന്നെ അല്ലേ. അവൻ മരിച്ചു പോയാ അതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇല്ല എന്ന് പറയിച്ച ഒരു പൊരുൾ എവിടെ പോയി? അതാണ് ഈശ്വരൻ. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഭഗവാൻ ഇവിടെ ഈശ്വരനൊന്നും ഇല്ല. അപ്പൊ മഹർഷി പറഞ്ഞു, യെസ്, ഇവിടെ ഈശ്വരനൊന്നും ഇല്ല. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇതെന്ത് സ്വാമിയാ ഇത്? ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന സ്വാമിയോ? എനിക്ക് അനുകൂലമായ ഒരു സ്വാമിയാണെന്ന് തോന്നണു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തിരിച്ചു ചോദിച്ചു, നീ ഇരിക്കോ, നീ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനുണ്ട്, ഞാനുള്ളതുകൊണ്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ, നീ ആര്? ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ. ആരാണ് നീ എന്ന് നീ അറിഞ്ഞു നോക്കൂ. നീ ഒന്ന് ആരാഞ്ഞു നോക്കൂ. ആരായുകിൽ അലകൾ നീരായിടും, ഫണവും നാരായിടും, കുടവും പാരായിടും. ആരാഞ്ഞു നോക്കുമ്പോഴേ അല്ലേ, ഒരു കടലില് തിരമാല വരണു, ചുഴി വരണു, കുമിള വരണു, അല വരണു, ഇതൊക്കെ വന്ന് സുനാമി വരണു. ഇതെല്ലാം വന്നാലും ആരാഞ്ഞു നോക്കിയ ആ പാർട്ടിക്കിൾ ഏതാണ്? വെള്ളം. ആരാഞ്ഞു നോക്കിയ കുമിളയായിട്ട് നിന്നതും തിരയായിട്ട് നിന്നതും അലയായിട്ട് നിന്നതും ഒക്കെ വെള്ളമാണ് അല്ലേ. ആരാഞ്ഞു നോക്കിയാൽ അത് വെള്ളമായി. ഇനി ഒരു കയറിൽ പാമ്പിനെ കാണുന്നു, പാമ്പിനെ നമ്മൾ ദൃഷ്ടി വരണു, പാമ്പിന്റെ അതൊരു വെട്ടം വരണ സമയത്ത് അത് കയറാണെന്ന് അറിയുമ്പോൾ ഫണവും നാരായിടും. ആരാഞ്ഞു നോക്കിയാൽ, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ. കുടവും പാരായിടും എന്ന് വെച്ചാൽ കുടം എന്നൊരു സംഭവം അല്ലേ. ഇതിനെ പൊടിച്ചിട്ട മണ്ണ്. ഈ മണ്ണിനെ എടുത്ത് എല്ലാവരും ചോദിച്ചത് എന്താന്ന് ചോദിച്ചാൽ മണ്ണെന്ന് പറയും. ഈ മണ്ണിനെ തന്നെ ചെളിയാക്കി കുറച്ച് കുഴച്ച് വെച്ച ചെളി എന്ന് പറയും. ഈ ചെളിയെ ഒരു ഷേപ്പാക്കി വെച്ച കുടം എന്ന് പറയണം അല്ലേ. ഒരേ വസ്തു ഏതൊക്കെയോ ചേർന്ന് വന്നപ്പോ പേര് മാറിപ്പോയി, പൊടിച്ചെടുത്തപ്പോ അതേ വസ്തുവായി മാറി അല്ലേ. നാമം രൂപം ഒരേ വസ്തുവിനെ ആരോപിച്ചതേ ഉള്ളൂ. ഈ പ്രകൃതിയില് ഓരോ ആരോപണം ബ്രഹ്മത്തിനെ ഓരോ പേര് വെച്ച് ആരോപണം ചെയ്യണം, ഭഗവാനെ ഓരോ പേര് വെച്ച് ആരോപണം ചെയ്യണം. ഈ ആരോപണമാണ് നാമം രൂപം. ഇത് മാറിയാൽ അസ്ഥി ഭാതി പ്രിയം, സത്ത് ചിത്ത് ആനന്ദം, അതുമാത്രം നിലനിൽക്കും. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് ആനന്ദം. ഇത് മൂന്നും ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? അതിനെ അറിഞ്ഞാൽ പൊല്ലാ വിനയേൻ പുകഴുമാർ ഒന്ന് അറിയേൻ. ആ ഭഗവാനെ അറിഞ്ഞ എല്ലാ വിനകളും പോയി.
അതുവരേക്കും ഇരിക്കുന്ന കഷ്ടപ്പാട് മുഴുവൻ പോയി. ഇന്നലെ വരെ ഏത് കഷ്ടപ്പാടാണോ ഞാൻ ഇരുന്നതില്ല, ഉറക്കം വരണില്ല എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഷ്ടപ്പെടുന്ന ആള് ഉറങ്ങിക്കഴിഞ്ഞ ആ കഷ്ടപ്പെട്ടവൻ എവിടെ പോയി? അല്ലെ, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വിഷമിച്ച ആളെവിടെ പോയി? എല്ലാം അസ്തമിച്ചപ്പോൾ സുഖമായിട്ടിരുന്നു. അതുപോലെ സത്വസ്തുവിന്റെ സമ്പർക്കം എപ്പോ വരണോ, ഈശ്വരന്റെ സമ്പർക്കം എപ്പോ വരണോ, ആ ടൈമില് നമുക്ക് എല്ലാ വിനയും എല്ലാ പ്രാരാബ്ധവും പോവും. അതുവരയ്ക്ക് നമ്മൾ പ്രാരാബ്ധത്തെ ഉണ്ടുകൊണ്ട് കിടക്കണമെന്ന് പറയണു മാണിക്യവാചക സ്വാമി. പൊല്ലാ വിനയേൻ പുകഴുമാറുകൊണ്ട് അറിയേൻ. ഈ പ്രാരാബ്ധത്തിനെ ഭുജിച്ചുകൊണ്ട് നടക്കുന്നു. പ്രാരാബ്ധം എന്ന് പറഞ്ഞ ഒരാള് ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വിചാരിച്ചു. അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മരിക്കാം എന്ന് വിചാരിച്ചു. ആദ്യം അയാൾ ഒരു കയറെല്ലാം കൊണ്ടുപോയി ഒരിടത്ത് കെട്ടി തൂങ്ങാൻ ഇറങ്ങിയത് ഒരാൾ കണ്ടു. അതോടെ അയാൾക്ക് മരിക്കാൻ പറ്റിയില്ല. തിരിച്ച് ഇദ്ദേഹം വീണ്ടും ഒരു ദിവസം പോയപ്പോൾ സെയിം ആള് വീണ്ടും കണ്ടു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, നല്ല രാത്രി അർദ്ധരാത്രി പോയി ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു കൊമ്പിൽ കെട്ടി തൂങ്ങിയത് കൊമ്പൊടിഞ്ഞു വീണു. അപ്പോഴും അയാൾക്കൊന്നും പറ്റില്ല. ഇനി ഇതൊന്നും നടക്കില്ല, എനിക്ക് മരിക്കണം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഏറ്റവും ഹൈറ്റുള്ള വലിയൊരു കൊമ്പില് കയറെല്ലാം കെട്ടി എല്ലാം സെറ്റായിട്ട് ഒരു ചാട്ടം തറയിൽ വീണ് നട്ടലൊടിഞ്ഞു. എന്താന്ന് വെച്ചാൽ ഇയാളെ കഴുത്തിൽ കുരുക്കിടാൻ മറന്നുപോയി. അല്ലെ, പ്രാരാബ്ധത്തിൽ നിന്ന് മരിക്കാമെന്ന് പറഞ്ഞ് രക്ഷ നേടാൻ നോക്കിയപ്പോ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രാരാബ്ധം തീരാതെ നമുക്ക് എവിടെയോ ഓടാൻ പറ്റില്ല. എന്തൊക്കെയാണോ നമ്മുടെ പ്രാരാബ്ധം അതില്ലാതെ അത് തീരാതെ നമുക്ക് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. പ്രാരാബ്ധേന സമർപ്പിതം സ്വവപുഹു. പ്രാരാബ്ധത്തില് നമ്മുടെ ശരീരത്തിനെ, മനീഷാ പഞ്ചകത്തില് ശങ്കരാചാര്യർ പറഞ്ഞു, പ്രാരാബ്ധത്തിന് വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിനെ കൊടുക്കൂ, സമർപ്പിക്കൂ, നീ ശരീരമേ അല്ല. അദ്ദേഹം മരിച്ചുമില്ല, നട്ടലൊടിഞ്ഞ് എത്രയോ നാള് കിടന്നു അനുഭവിച്ചു. അപ്പൊ ഒരു പ്രാരാബ്ധത്തിൽ നിന്ന് ഓടിയാ വേറൊരു പ്രാരാബ്ദം കൂടെ വരും. അല്ലേ, നമുക്കൊരു പ്രാരാബ്ദമുണ്ട്, ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഓരോ പ്രാരാബ്ദമുണ്ട്. അവരുടെ പ്രാരാബ്ദത്തെ ഞാൻ ശരിയാക്കി തരാമെന്ന് ഏറ്റാൽ അവരുടെ പ്രാരാബ്ദം അവർ അനുഭവിക്കുകയും വേണം, ഞാൻ എൻ്റെതും അവരതും അനുഭവിക്കണം. അല്ലേ, നമ്മൾ ആരെടുത്തെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു രോഗം വന്നല്ലോ, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ ഓർത്ത് നമ്മൾ വിഷമിച്ചാൽ ഞാൻ എൻ്റെ വിഷമവും അനുഭവിക്കണം, അയാളെ വിഷമവും അനുഭവിക്കണം. അയാൾക്ക് എന്തെങ്കിലും കുറവ് വരുമോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒന്നും കുറവ് വരില്ല, അയാൾക്ക് അതേ വിഷമം അതുപോലെ നിൽക്കും. ഇതുപോലെയാണ് നമ്മൾ പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ടും പലരെയും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെ ആളെന്ന് കരഞ്ഞിട്ട് അവരുടെ പ്രാരാബ്ദവും കൂടെ തലയിൽ ചുമക്കണ കഴുതേ പോലെ നടക്കണം നമ്മൾ. അതുകൊണ്ട് ഈ പ്രാരാബ്ദത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കൊണ്ട് സമർപ്പിക്കണം. സമർപ്പിക്കാതെ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ മൃത്യുവിൽ പോയി വീഴും. മൃത്യുവിൽ നിന്നും അതിമൃത്യുവിലേക്ക് പോയി വീഴും. അത്ര സാധാരണ മൃത്യു എന്ന് പറഞ്ഞാൽ ചെറിയ ദുഃഖത്തിൽ നിന്നും വലിയ ദുഃഖത്തിലേക്ക് പോയി വീഴും. അതുകൊണ്ട് ഈ ശിവപുരാണത്തില് പറയണത് പോലെ മന്ത്രജപത്തിലൂടെ, ഭഗവത് നാമത്തിലൂടെ, സത്സംഗത്തിലൂടെ ഭഗവത് അനുഭവത്തെ അനുസന്ധാനം ചെയ്ത് അറിഞ്ഞ് അനുഭവമായിരുന്ന ഒരു ധീരൻ എല്ലാ പ്രാരാബ്ദത്തിനെയും, അല്ലേ, ശരീരം ഒരു 60-70 കിലോ കാണും. ഈ 60-70 കിലോ ഉള്ള ശരീരത്തിനെ നിഷ്പ്രയാസമാണ് നമ്മൾ എടുത്തുകൊണ്ട് നടക്കണത്. അല്ലേ, എവിടെ പോണോ, ഓടണോ, ചാടണോ, എന്ത് വേണമെങ്കിലും ചെയ്യാം, പടി കയറാം, മല കയറാം, ഒക്കെ ചെയ്യാം. മരിച്ചു കഴിഞ്ഞാൽ 4 പേര് വേണം തൂക്കാൻ. നിഷ്പ്രയാസം ഒരു വസ്തു അകത്തിരുന്ന് തൂക്കിക്കൊണ്ട് ഓടിക്കൊണ്ടൊക്കെ നടത്തി മരിച്ചു പോയപ്പോ 4 പേര് തൂക്കേണ്ടി വന്നു. ഇല്ലേ, അതുപോലെ ജ്ഞാനികളെല്ലാം അതുപോലെയാണ് എന്ന് വെച്ചാൽ പ്രാരാബ്ധം എന്ന് പറയുന്നത് അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഭഗവാനിൽ അർപ്പിച്ചു. ആ ആത്മാവ് ശരീരത്തിന് ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ മറ്റുള്ളവരെന്താന്ന് വെച്ചാൽ 4 പേര് ചേർന്ന് ചുമക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അതിനെ ഭഗവത് നാമത്തിലൂടെ സത്സംഗത്തിലൂടെ അനുസന്ധാനം ചെയ്ത് അനുഭവമായിരിക്കണവൻ ഈ പ്രാരാബ്ദമൊക്കെ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ഒന്നും അവരെ ബാധിക്കുകയില്ല. കാരണം അവർ പ്രാരാബ്ദത്തിന് അപ്പുറത്ത് കടന്നു. പ്രേത്യ അസ്മാൻ ലോക
അമൃതാഭവന്തി, അവർ അമൃതത്വത്തിന്റെ ഭഗവാന്റെ ലോകത്തിൽ പോയി വീണു. അല്ലാത്തവരെന്ത് ചെയ്യണമെന്ന് വെച്ചാ പുല്ലാകി പൂണ്ടായി പുഴുവായി മരമാകി വീണ്ടും പോയി പുല്ലായിട്ട് ജനിക്കണു, പൂണ്ടായിട്ടും പ്ലാന്റ്സ് ആയിട്ട് ജനിക്കണു, മരമായിട്ട് ജനിക്കണു, മൃഗമായിട്ട് ജനിക്കണു എന്ന് പറയുന്നു. തുടർന്ന് അത് നാളെ കാണാം.